എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ഇവിടെ ബന്ധത്തിൽ 3 ദിവസം നിർണായകമാണ്. എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന 3 ദിവസം വളരെ നിർണായകമായിരിക്കും. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ പൂച്ച കുട്ടിയുടേതാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അഗാധമായ ഇഷ്ടത്തിലാണ്. നിങ്ങൾക്കും വിശ്വാസമുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ യാദൃശ്ചികമായി പരിചയപ്പെടുകയോ കണ്ടുമുട്ടുകയോ ഒക്കെ ചെയ്തു. ഇപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി വളരെ നിങ്ങളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്താഗതിയുടെയോ അല്ലെങ്കിൽ ഭൗതികമായ സാമ്പത്തിക അവസ്ഥയുടെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഒക്കെ തലത്തിൽ സ്വല്പം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കതുകൊണ്ട് തന്നെ നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും ആ വ്യക്തി ഇഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ട്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിലുണ്ട്. അങ്ങനെ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉപദേശപ്രകാരം നിങ്ങളെ ഒഴിവാക്കുകയോ ചെയ്താൽ അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖമായിരിക്കും. നിങ്ങൾക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം നിങ്ങൾ മനസ്സാൽ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ സംശയമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള. കാരണം ചില ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് കൃത്യമായ പാര വെക്കുന്നതിന് അല്ലെങ്കിൽ ആ ബന്ധം നടക്കാതിരിക്കുന്നതിനുള്ള പല പണികളും ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവരതിൽ നിങ്ങളുടെ വ്യക്തിയെ സമീപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള അവരുടെ അടുപ്പം അവർ അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ആ വ്യക്തി വളരെ ഇരുന്ന് ചിന്തിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഒരു 3 ദിവസത്തിനകം നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ഒരു 3 ദിവസത്തിനകം ആ വ്യക്തി കൃത്യമായൊരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കും. കാരണം ഇപ്പോൾ ആ വ്യക്തി വളരെ കൺഫ്യൂസ്ഡാണ്. എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. നിർണായകമായ പല ചിന്തകളും കടന്നു പോവുകയാണ്. ചിന്തയ്ക്ക് അതീതമായ ആ വ്യക്തി നിൽക്കുകയാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. പക്ഷേ 3 ദിവസത്തിനകം ആ വ്യക്തി സംശയത്തിന് അതീതമായി കൃത്യമായൊരു തീരുമാനം ആ വ്യക്തി എടുക്കും. ആ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തിയുടെ മുഖം നോക്കുമ്പോൾ ആ വ്യക്തിയിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ആയിട്ട് ഏറ്റവും അടുത്ത ആളുകൾ ആ ബന്ധത്തിനെ എതിർക്കുന്നു ശക്തമായിട്ട്. അത് ആ വ്യക്തിയിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നു. ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു വിഷമം ആ വ്യക്തിയിൽ കാണാം. വല്ലാത്ത ഒരു ദുഃഖത്തിൽ ആഴ്ന്ന് കിടക്കുകയാണ് ആ വ്യക്തി. മനസ്സിൽ ഒരു തീരുമാനം എത്താൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടിലാണ്. ഞാൻ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ആരെങ്കിലുമൊക്കെ വിഷമിപ്പിക്കേണ്ടി വരുമോ? നിങ്ങളെ വിഷമിപ്പിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല. ആ വ്യക്തിയുടെ വീട്ടുകാർ, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ആ വ്യക്തിയോട് ആജ്ഞാപിക്കാൻ കഴിവുള്ള ആളുകൾ, അവർ നിങ്ങളുടെ ബന്ധത്തെ ശക്തമായിട്ട് എതിർക്കുമ്പോൾ ആ വ്യക്തി നിസ്സഹായമായി പോകുന്നൊരവസ്ഥയുണ്ട്. ആ നിസ്സഹായതയ്ക്കിടയിലും ആ വ്യക്തിയുടെ മനസ്സാക്ഷിയോട് ചോദിക്കുകയാണ്, ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടോ? ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ കൃത്യമായി അളന്നറിയുകയാണ്. എനിക്ക് ഇത്രയും സ്നേഹം ഈ വ്യക്തിയോടുണ്ടായിരുന്നു എന്നുള്ള ചിന്തയിലെത്തുകയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് നിർണായകമായ തീരുമാനമാണ്. ചിലപ്പോൾ അതിന് തീരുമാനമെടുക്കുന്നതിൽ വേഗത കുറക്കാൻ സാധ്യതയുണ്ട്. വളരെ വൈകിച്ച് തീരുമാനമെടുക്കും. പക്ഷേ ആ തീരുമാനത്തും പോസിറ്റീവായിരിക്കും, നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നതിന് സംശയമില്ല. അടുത്തതായിട്ട് 2ാമത്തെ പൈലായ സിംഹത്തിൻ്റെ ആ സിംഹരൂപം പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ്. അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ നഖശിഖാന്തം എതിർക്കുവാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. അതിശക്തമായ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. അതിശക്തമായി നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുവാനായിട്ട് തയ്യാറായിട്ടാണ് ആളുകൾ നിൽക്കുന്നത്.
ആ തയ്യാറായി നിൽക്കൽ ഒരുപക്ഷെ നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം. എന്തു വന്നാലും നിങ്ങളെയും ആ വ്യക്തിയെ ഒരുമിപ്പിക്കില്ല എന്നുള്ളത് ആ വ്യക്തിയും ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും അഭ്യുതകാംക്ഷികളെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും കൃത്യമായൊരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളത് കാണാൻ കഴിയുന്നു. അവർ എങ്ങനെയെങ്കിലും നിങ്ങൾ അകലാനായിട്ട് ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ അടുക്കാൻ ആഗ്രഹമില്ല. കാരണം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യവും അധികാരവും പ്രഥമ സ്ഥാനവും ഇതിലൂടെ ലഭിക്കും. ആ വ്യക്തി നിങ്ങളെ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു അംഗീകാരം ഉണ്ടാകുമെന്നുള്ളൊരു ഭയപ്പാട് നിങ്ങളോട് മനസ്സിൽ അസൂയുള്ള ചിലർക്കുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല നിങ്ങൾ അറിയാതെ തീരുമാനം എടുക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ആ വ്യക്തി വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ഭയപ്പെടാനില്ല. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോകലിനോ ആ വ്യക്തി തയ്യാറല്ല. ആ വ്യക്തിയുടെ മനസ്സ് ഒരു ഗർജിക്കുന്ന സിംഹം പോലെ നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിൽക്കുകയാണ്. ഒരു ശക്തിക്കും ആ വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും ആ വ്യക്തി പിന്നോട്ട് പോകാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനം എടുക്കില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത്. അത് നിങ്ങളോട് ഒരുപാട് പേർക്ക് അസൂയ ഉണ്ടാകാൻ കാരണമാകും. കാരണം ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഒഴിവാക്കുമെന്നാണ്. കാരണം ആ വ്യക്തിക്ക് എങ്ങനെ നോക്കിയാലും നിങ്ങളെക്കാൾ മികച്ചൊരു വ്യക്തിയെ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി അതിനുള്ള ശക്തിയുള്ള ആളാണെന്നോ അല്ലെങ്കിൽ വളരെ ഉന്നതമായ പദവികൾ അലങ്കരിക്കാനും ഉന്നതമായ രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അംഗീകരിക്കില്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കില്ല എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള അന്തർധാരാപരമായ ബന്ധത്തെക്കുറിച്ച് ഇവർക്കൊരു ചുക്കും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഒരു ബാഹ്യമായ ആകർഷണം മാത്രമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളത് എന്നാണ്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അതിശക്തമായ ഹൃദയബന്ധം, അടുത്ത ബന്ധം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ട്. നിങ്ങളുടെ വിജയം അത് തന്നെയാണ്. നിങ്ങൾക്ക് വേറൊരു പ്രതീക്ഷയും ഇല്ലാത്തപ്പോഴും ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആ വ്യക്തിയുടെ ക്യാരക്ടറാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും നിസ്സാരമായ സംഭവങ്ങളുടെ പേരിൽ എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും വാക്കുകൾ അപ്പോൾ മാറുന്നൊരു നിലപാട് ആ വ്യക്തിക്കില്ല. അതിശക്തമായി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, ആത്മാർത്ഥത കാണിക്കുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ അത്രയും ആത്മാർത്ഥതയുള്ള ആളുകൾ വിരളമാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആകർഷിച്ചത്, തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായി നിൽക്കാൻ സാധിക്കും. സർവൈശ്വരന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തി ദൃഢമായ തീരുമാനമെടുത്തത് ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ്. നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഉടൻ തന്നെ ഒന്ന് ഒരുമിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ഈ വ്യക്തി 3 ദിവസത്തിനുള്ളിൽ ആ വ്യക്തിയുടെ നിർണായകമായ ആ തീരുമാനം എടുക്കും. കാരണം തീരുമാനമെടുക്കേണ്ട ഏറ്റവും അത്യാസന്ന ഘട്ടം എത്തിയിരിക്കുന്നു. ഉടൻ തീരുമാനമെടുക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക.